DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 22 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുകയാണ്. 11 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട് ഉൾപ്പെടെ 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എറണാകുളം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 36 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയേക്കും. 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത അറിയിപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ 9 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ച് പൊതു അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. അന്ന് സംസ്ഥാനത്തെ വാണിജ്യ സ്ഥാപനങ്ങളിലെയും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലെയും എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടിയ അവധിയായിരിക്കും. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരമുള്ള എല്ലാ സ്വകാര്യ സംരംഭങ്ങൾ, സ്വകാര്യ വ്യാവസായിക കേന്ദ്രങ്ങൾ, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടി അവധി നൽകണം. നിയോജക മണ്ഡലത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ദിവസവേതന തൊഴിലാളികൾ, താൽക്കാലിക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും ശമ്പളത്തോടു കൂടി അവധി അനുവദിയാണ്. അടുത്ത അറിയിപ്പ്, മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ്. ഇനി കേവലം 9 ദിവസങ്ങൾ കൂടിയാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം പൂർത്തിയാകാനുള്ളത്. അതിനാൽ ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വിഹിതം വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ തുടർച്ചയായി റേഷൻ വാങ്ങാതിരുന്നാൽ മുൻഗണനാ വിഭാഗത്തിലുള്ള AAY മഞ്ഞ, PHH പിങ്ക് കാർഡുകൾ APL വിഭാഗത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി 3 മാസം വരെ റേഷൻ വാങ്ങാതിരുന്നാലാണ് ഇത്തരത്തിൽ കാർഡ് മാറ്റം ഉണ്ടാവുക. അതിനാൽ എല്ലാവരും അതാത് മാസങ്ങളിലെ റേഷൻ വിഹിതം വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ഗ്യാസ് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. വാട്സാപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ വരുന്ന വ്യാജ ആപ്ലിക്കേഷൻ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഇത്തരം ലിങ്കുകൾ വഴി ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം തട്ടിപ്പുകാർ കൈക്കലാക്കാൻ സാധ്യതയുണ്ട്. ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനായി ഗ്യാസ് കമ്പനികളുടെ ഔദ്യോഗിക ടോൾ ഫ്രീ നമ്പറുകളോ അംഗീകൃത ആപ്പുകളോ മാത്രം ഉപയോഗിക്കുക. അപരിചിതമായ ഫയലുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, മാർച്ച് ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 25-ാം തീയതി മുതലാണ് മാർച്ച് മാസത്തെ വിതരണം ആരംഭിക്കുക. അതായത് ബുധനാഴ്ച മുതൽ 26 ലക്ഷത്തോളം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാർച്ച് മാസത്തെ 2000 രൂപ എത്തും. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം വ്യാഴം, വെള്ളി ദിവസങ്ങളിലൊക്കെ സജീവമാകാനാണ് സാധ്യത. പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിൽ എത്തുക. അതായത് 200, 300, 500 എന്നീ തുകകൾ ആദ്യഘട്ടത്തിൽ കുറയും. പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മാർച്ച് 31 തുടങ്ങും. വിഷു പ്രമാണിച്ചാണ് പെൻഷൻ നേരത്തെ നൽകുന്നത്. നേരത്തെ തന്നെ പെൻഷൻ പണം അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. എന്തായാലും നിശ്ചിത ദിവസങ്ങളുടെ ഇടവേളയ്ക്കുള്ളിൽ തന്നെ 2 മാസത്തെ തുകയായ 4000 രൂപയാണ് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.